ഞാൻ എന്റെ B.Ed പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ട്യൂഷൻ സെന്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2024-25 അക്കാദമിക് അവസാന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എക്സാമുകളൊക്കെ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നേരെ 2 മാസം സമ്മർ വെക്കേഷനും അത് കഴിഞ്ഞാൽ സ്കൂൾ വീണ്ടും തുറക്കാണ്. അപ്പൊ ഇവിടെ ഈ എലഗന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ സമ്മർ വെക്കേഷനിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അടുത്ത അക്കാദമിക് ഇയറിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐഡിയകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ, സ്കോളർഷിപ്പുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവരിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇവരോടൊന്ന് ചോദിച്ച കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നമ്മൾ എലഗൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി സെന്ററിന്റെ പ്രിൻസിപ്പൾ സീനത്ത് മാഡം നമ്മളെ കൂടെ ഉണ്ട്. മാഡത്തിനോട് തന്നെ ചോദിച്ചോളൂ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ സമ്മർ വെക്കേഷൻ ആണല്ലോ, എന്തൊക്കെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് ഈ സമ്മർ വെക്കേഷൻ 2 മാസം കുട്ടികൾക്ക് കൊടുക്കുന്നത് നിലവില്? ഈ സമ്മർ വെക്കേഷനിൽ നമ്മള് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു 2ാം ക്ലാസ് കഴിഞ്ഞ് 3ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾ 3, 4, 5, 6, 7 വരെയുള്ള കുട്ടികൾക്ക് സമ്മർ ക്യാമ്പ് നടത്തുന്നുണ്ട്. സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മള് 100 മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ 100 മണിക്കൂർ. അതില് നമ്മള് കുട്ടികൾക്ക് നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കൊടുക്കും. പിന്നെ നമ്മൾ ഒരു UP ലെവലിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിത് നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മൊഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് ഈ സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഏപ്രിൽ 7-ാം തീയതി മുതലാണ് നമ്മൾ സമ്മർ ക്യാമ്പ് തുടങ്ങും അല്ലേ? അതിൽ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ്, ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ മാത്സിലൊന്നും ഇപ്പൊ നമ്മളിപ്പോ വലിയ ക്ലാസ്സിലെത്തിയാലും എല്ലാവരും ഇപ്പൊ ഒരേപോലെ ചെയ്തോളുന്നില്ല. അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ട് തുറക്കുമ്പോഴത്തേനുള്ളൊരു തയ്യാറെടുപ്പ് എന്നുള്ള രൂപത്തിൽ സമ്മർ ക്യാമ്പ് പറഞ്ഞല്ലോ. ഇതിലിപ്പോ കുട്ടികൾക്കുള്ള പഠനം, എഴുത്ത്, വായന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണോ വേറെ എന്തെങ്കിലും ഇതിന്റെ കൂടെ പ്രൊവൈഡ് ഉണ്ടോ? അതായത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലത്തെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അവർക്ക് ഈ സമ്മർ ക്യാമ്പിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റഡി കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കുട്ടികൾക്ക് ആവശ്യമായ ബുക്ക്, പേന, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരെ കൊണ്ട് നമ്മൾ ഈ സമ്മറിന്റെ ഈ ക്യാമ്പിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ അവർ ചെറിയൊരു പിക്നിക്കും കൂടി അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഓൾക്കൊക്കെ എന്നാണ് ക്ലാസ്? ഹൈസ്കൂള് നമ്മൾ തുടങ്ങുന്നത് ഹൈസ്കൂള് 8, 9, 10. അതിന്റെ കൂടെ തന്നെ ഇപ്രാവശ്യം 7ാം ക്ലാസ്സും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പൊ സിലബസ് മാറിയതാണല്ലോ, അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് നമ്മളൊരു ബേസ് 7ാം ക്ലാസ് മുതൽ തന്നെ കിട്ടണം. അപ്പൊ നമ്മൾ 7, 8, 9, 10 നമ്മൾ ഹൈസ്കൂളിന്റെ ഒരു സെക്ഷനായിട്ട് തന്നെ നമ്മൾ മാറ്റിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല് അവരൊക്കെ ഒരു ബേസ് കൊടുക്കുക. ക്ലാസ് തുടങ്ങുന്നത് 4ാം തീയതിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ നിങ്ങളൊരു വേറൊരു പോസ്റ്റ് ഉണ്ട്, അടുത്ത വർഷം എന്തൊക്കെയാ കൂടുതൽ സ്കോളർഷിപ്പുകൾ, അടുത്ത വർഷം എന്തൊക്കെയാ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അടുത്ത വർഷത്തേക്ക് നമ്മൾ 2023-24 വർഷത്തിലാണ് നമ്മളിവിടെ ഫസ്റ്റ് SSLC ബാച്ച് പഠിച്ചിറങ്ങിയത്. അപ്പോൾ അതിൽ നമ്മൾ ആ കുട്ടികൾക്ക് നമ്മൾ ഇപ്പോൾ പുറത്ത് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ട്, ഇവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മളൊരു ഓഫർ കൊടുത്ത് കയറ്റിയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആ കുട്ടികൾക്ക് തന്നെ പുറത്തു നിന്നുള്ള കുട്ടികൾ, നമ്മളിവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് 50% അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് നിലവിലുള്ള ഫീസിന്റെ പകുതി ഫീസ് മാത്രമേ അവർക്ക് നമ്മൾ ഈടാക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി 9A+ കിട്ടിയ കുട്ടികൾക്ക് 30%, അതുപോലെ പുറത്ത് നിന്ന് ഫുൾ A+ വാങ്ങുന്ന കുട്ടികൾ, അതായത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് അവർക്ക് +1, +2 അഡ്മിഷൻ എടുക്കുന്നവർക്കും 50% നമ്മൾ ഇവിടുന്ന് ഈടാക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അതുപോലെ തന്നെ സയൻസോ ഏത് ഗ്രൂപ്പും എടുത്ത് പഠിച്ചാലും ആ കുട്ടികൾക്ക് 20% ആണ് അവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ സ്കൂളുകളിൽ ഇപ്പോൾ അഡ്മിഷന് കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, പുറത്തു നിന്നുള്ള കുട്ടികൾ. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വൈകിയ കുട്ടികളൊക്കെ ഉണ്ടാവും സ്കൂളുകളിൽ +1, +2. അപ്പം നമ്മളിവിടെ റെഗുലർ ബാച്ചായിട്ട് തന്നെ അവർക്ക് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആവുകയാണ് ഈ വർഷം, അതായത് 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഇവിടെ നിലവിൽ +2ലേക്ക് ഉണ്ട്. ഇനി അടുത്ത ബാച്ചിനെ നമ്മൾ ഈ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സും +1, +2 ഒക്കെ എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് നമ്മൾ NIOSന്റെ ആ ഒരു കോഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.